മണിച്ചേട്ടന്റെ പാട്ടാ? മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ കേരളത്തിലെ ആൾക്കാരുണ്ട് സാറേ, കിടില ആൾക്കാരുണ്ട്. ഇങ്ങനെ പാടി നടക്കുന്നോണ്ടാടാ നീ ആരാരും ആകാതെ ഒന്നും ആകാതെ നിൽക്കുന്നത്. കുടുംബവാസിന്റെ പാട്ട് കടി തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ. പട്ടി വീട് തങ്കുട്ടികളെല്ലടി തങ്കമ്മേ. പോടാ, പട്ടി പിടിക്കാൻ പോടാ. എന്റെ പുറകെ കിടക്കുന്നത് ഒന്ന് പറയടാ. സാറേ നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി സാറേ, കുഴപ്പമില്ല സാറേ. പിന്നെ ശബ്ദാടി കയറോ? ഞാൻ ഒച്ച ഉണ്ടാക്കും, നല്ല നല്ല വോയിസുകൾ, നല്ല അടിപൊളിയായിട്ട് വോയിസ് ചെയ്യുന്ന ആൾക്കാർ വേണമെന്നാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സെറ്റ് ചെയ്യാം സാറേ, വൺ മാൻ ഷോ ചെയ്യുന്ന ഒരാളെ. അച്ഛാ, ഈ വാഴത്തോട്ടത്തിൽ എവിടെയോ പാമ്പുണ്ട്. ഒരു ചീറ്റൽ കിട്ടില്ലായിരുന്നു അച്ഛൻ. ഒരു സെക്കൻഡ് സാറേ. കണ്ട പാമ്പ് ചീറ്റ് കണ്ട. ബാലകൃഷ്ണൻ പറഞ്ഞ ബാലകൃഷ്ണൻ ഈ വിളിച്ചാളുടെ പേര് ബാലകൃഷ്ണൻ. പാസ്പോർട്ട് ഉണ്ടോ അതിനൊക്കെ? പാസ്പോർട്ട് ഉണ്ട്. എടുത്ത് കത്തിച്ച് കളടാ. ഇനി അത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അതെ ഇവിടെ റേഞ്ച് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് വന്നു പോയത് സാറേ. സാറേ എനിക്ക് വിനായകന്റെ ശബ്ദം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഞാൻ എന്തോ ചെയ്യാനാ സാറേ? നീ എന്റെ അടുത്ത് വന്ന കാശിനാണ് എന്റെ ലാഭിച്ചതിനുള്ള കാശാണ്. എന്താണെന്ന് അറിയാൻ പാടില്ലേ? മറക്കല്ലേറ്റോട് ഭയങ്കര സ്നേഹമാണ്. ദീപ്തി ചേച്ചിയുടെ ശബ്ദം നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്. ഇത് വിനായകനാണെന്ന് ഒരിക്കലും നീ പറയരുത് സാറേ. നമുക്ക് പരിപാടിയുടെ കാര്യമെല്ലാം സെറ്റാക്കാം സാറേ, കൊണ്ടുവരാം. ഓക്കെ. എടാ നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടാടാ. ഒരു ഫോൺ ചെയ്തോണ്ടിരിക്കാൻ നേരത്തെ അതിനകത്തൊന്നും സംസാരിക്കേണ്ട കാര്യം എന്താ? എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പരിപാടിക്ക് പോകാൻ വേണ്ടി. ഈ പരിപാടി ഇത് പുറത്താണ്. കാര്യം ചെയ്യ്, മര്യാദക്ക് എന്റെ കൂടെ ഒക്കെ നിന്ന മാൾട്ടയിലെ പരിപാടിക്ക് ഈ മാട്ടേനെ ഞാൻ കൊണ്ടുപോവാം. ഉറപ്പാണല്ലോ? എന്റെ കഴിവിനെ കുറിച്ച് അച്ഛനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുറാ. ഭയങ്കര കഴിവാണ്. യവന്റെ സുനിൽ സുഗത കണ്ടിട്ടുണ്ടോ? യവനെ പ്രസവിച്ച് നേഴ്സ് എന്റെ കയ്യിലോട്ടാണ് തന്നത്. 2 വർഷം കഴിഞ്ഞപ്പോ അവന്റെ അമ്മ മരിച്ചു. കുളിപ്പിച്ച് അവരെ സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളിലും വിടുന്നത് ഞാൻ തന്നെ. നീ നിന്റെ കാര്യം നോക്കി കാണിച്ചോറാ നിന്റെ സുനിൽ സുഗത. ഞാൻ കാണിച്ചു തരാം എന്റെ സുനിൽ സുഗത. കാണിച്ചോറാ. എടാ മോനെ മോനെ, നിനക്ക് തരാനുള്ള പലിശയുടെ ചേച്ചി ജോസഫേട്ട നിനക്ക് തരും. എന്നാ പോട്ടയുടെ പണി മാനുവല്ലേ? എന്താണ് സുനിൽ സുഗതയുടെ സൗണ്ട്? പരിപാടി കിടക്കണം. പിന്നെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ എന്റെ കമ്മിറ്റിക്കാരാ. അവർക്ക് സ്ഥിരം പരിപാടി പറഞ്ഞ സംഭവം. സാധനം ഒന്ന് റിഹേഴ്സൽ നോക്കണം. ഫസ്റ്റ് കുടിയന്റെ സ്കിറ്റ് അല്ലേ? കുടിയന്റെ സ്കിറ്റ് ചെയ്തേക്കാം. അളിയാ പിന്നെ ഒരു കയ്യിൽ കിട്ടും. ഒരു സെക്കൻഡ് റിഹേഴ്സൽ നോക്കണം. അച്ഛാ വെറുതെ ഇരിക്കുവാണോ? ആ മുണ്ട തുരിഞ്ഞേരാ ഓർത്തെങ്കിലും അവന് കൊടുക്കും. ഓക്കേടാ, നീ കുടിയനാകും. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് ഒരു കുടിയനായി പോയല്ലോ. മനുഷ്യ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയുവാണ്. കുടിച്ചു കഴിയുവാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം. വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ കേറി കിടക്കാൻ പറ്റിയ സ്ഥലമാണോ വയറ്? ഫ്രഷ് സാധനം നേരത്തെ അടിയല്ലേ? ഇഷ്ടപ്പെട്ട് കൈയടിച്ച് ലോക്കൽസിനൊക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാ. ഇനി നിങ്ങൾ ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ ജീവിത പങ്കാളിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരടി? തൊപ്പി വെച്ച അണ്ണൻ. അത് ജീവിത പങ്കാളിയല്ല, എവിടെന്നോ ജീവിക്കാമെന്ന ബംഗാളി. കിട്ടില്ല സാധനമാണ്. ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ടും കുടിച്ചിട്ടില്ല. എല്ലാം ആക്ഷൻ അഭിനയമായിരുന്നു. മനസ്സിലൊന്നും വിചാരിക്കരുതേ. നിനക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഈ മൺമെട്ടി മേടിച്ചത്. 34 വയസ്സായി നിനക്ക്. 34 years old. അത്രയും പഴക്കമുണ്ട് നീയൊക്കെ ഇപ്പൊ ഇവിടെ കളിച്ച ഈ സ്കിറ്റിന്. അപ്ഡേറ്റഡ് അല്ല, അതാണ് പ്രശ്നം. അളിയാ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അളിയാ ഞാൻ ഫോൺ ബില്ലടിക്കും. അച്ഛന്റെ മുമ്പിൽ നിന്ന് പറയും, വേറെ അപ്പുറത്തെ പോയി വിളി. ഹലോ പറയൂ രാജേഷ്, പണവള്ളി ചേട്ടാ. കിട്ടിയാ? സെലക്ട് ആയ? ഓക്കെ, ഇപ്പൊ കയറണോ? പിന്നെ കയറിയാ? ശരി. ഓ റിജി സാന്ദ്ര വിളിക്കുമോ? ശരി ഏട്ടാ. ഓക്കെ. എന്നാടാ കിട്ടി? എന്ത് കിട്ടി? ഐറ്റം വരെ പോയില്ലായിരുന്ന അവിടെ നിന്ന് വിളിച്ച് കയറിച്ചല്ല. ഇനി 2 പേരും കൂടെ വേണം. അല്ല 30 പേര് വേണ്ടേ? ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനല്ലേ വിളിച്ചു? ഓഡിയൻസ് ആയിട്ട് ഇരിക്കാനല്ല, അഭിനയിക്കാൻ, പെർഫോം ചെയ്യാൻ വേണ്ടിട്ട്. എന്നെ അച്ഛാ ഞാൻ ദുബായി പോയി തിരിച്ചു വന്നതിന് ശേഷം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ഐറ്റം വേറെയുടെ ഫ്ലോറിൽ സ്കിറ്റ് കളിക്കാൻ പോവാൻ. നേരത്തെ കളിച്ചത് കൊണ്ടാണോ പോകുന്നത്? അല്ല വേറെ നല്ല അടിപൊളി ആര് പറഞ്ഞു? അല്ല ഞാൻ പോണു. നീ വരുന്നില്ല? എന്നെ മാത്രമാണ് വിളിച്ചത്. നീ ദുബായി പോയല്ലേ? പാൽട്ടയിലെ പരിപാടിക്ക് വന്ന് ഞാൻ വേറെ ആൾക്കാരെ വിളിച്ചോട്ട്. കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയാ ഒരു കുഴപ്പമില്ല.